നമസ്കാരം. ഒരു വാതിൽ തുറക്കുമ്പോൾ മറ്റൊരു ജനൽ അടയുന്നു. സെലികമിൻ്റെ ആരംഭിക്കും. നമ്മളൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 757 ദിവസമായി. സാൻ ഫെർണാണ്ടോ വന്ന അന്ന് മുതൽ കൗണ്ടിങ് തുടങ്ങിയതാണ്. ഗേറ്റ് അന്ന് തുറക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. കാരണം ഒരു കപ്പൽ വരുന്നു, കണ്ടെയ്നർ ഇറക്കുന്നു, കണ്ടെയ്നർ കയറ്റുന്നു, അതോടൊപ്പം ഗേറ്റ് തുറക്കണമെന്നുള്ള ആവശ്യത്തിൻ്റെ കൗണ്ടിങ് നമ്മൾ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് 757 ദിവസമാണ്. ഇന്നത്തോടുകൂടി ആ കൗണ്ടിങ് അവസാനിക്കുകയാണ്. കാരണം ഇന്ന് ഗേറ്റ് തുറക്കുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഗേറ്റ് തുറക്കുമ്പോൾ ഒരു വിൻഡോ അടയുന്നു. ഞാൻ ഇന്ന് കണക്കുകൾ അധികമല്ല, ഒട്ടും പറയുന്നില്ല. എല്ലാ ദിവസവും ഈ കണക്കുകൾ പറഞ്ഞ് നമ്മളൊരു മൈൽ സ്റ്റോൺ പിന്നിടുകയാണ്. ഇതൊരിക്കലും നടക്കില്ല എന്ന് നിരവധി പേർ, ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു, ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് പേർ വെല്ലുവിളിച്ചു, ഒരുപാട് പേർ കളിയാക്കി, ഒരുപാട് പേർ നിരുത്സാഹപ്പെടുത്തി. ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിങ്ങളുടെ സമയം, എനർജി ഒക്കെ പാഴാക്കുന്നത്? ഏകദേശം 30-35 വർഷമാകും ഇപ്പോൾ. എങ്ങനെയാണ് ഈ ഒരു സ്ലോഗൻ, ഈ ഒരു കനൽ കെടാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്ന് ഒരു വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം കാൽ കാശിൻ്റെ വരുമാനമില്ലാത്ത ഒരു സംഘടന, അക്ഷരാർത്ഥത്തിൽ കാൽ കാശിൻ്റെ വരുമാനമില്ല. എങ്ങനെയാണ് ഈ 30-35 വർഷം ഇതിങ്ങനെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്? ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പ്രതിബന്ധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നിരുത്സാഹപ്പെടുത്തലിൻ്റെയും പ്രതിബന്ധങ്ങളുടെയും ഒക്കെ ചില കഥകൾ ഇപ്പോഴും ഓർമ്മ വരികയാണ്. കാരണം ഒരുപാട് പേർ ഈ പ്രൊജക്റ്റ് സ്വപ്നം കണ്ടവരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഈ പ്രൊജക്റ്റിന് വേണ്ടി പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഈ സമരങ്ങളിലെല്ലാം പിന്തുണയുമായി നിന്ന പല ആളുകളും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, എനിക്ക് എല്ലാവരുടെയും മുഖങ്ങൾ ഇപ്പോൾ ഓർമ്മയുണ്ട്. കാരണം പേര് പറഞ്ഞു തുടങ്ങിയാൽ, ഏതെങ്കിലും ഒരു പേര് പറയാതെ പോയാൽ അത് വലിയ നീതികേടായിരിക്കും. അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. പക്ഷെ അവർ എവിടെ ഇരുന്നെങ്കിലുമൊക്കെ അത് കാണുന്നുണ്ടാവും, കണ്ണിറഞ്ഞ് ആസ്വദിക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇത്രയും വൈകുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. 30-35 വർഷം ഒരു പ്രോജക്റ്റ്, ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ നിന്ന് ഇതിനു വേണ്ടി പോരാടും എന്നുള്ള മുൻവിധിയൊന്നുമില്ലാതെയാണ് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. എന്തായാലും ഇതിനിടയ്ക്ക് ഒരുപാട് ഘട്ടങ്ങളിൽ തോറ്റ് പിന്മാറണം, നിർത്തണം, അവസാനിപ്പിക്കണം എന്നൊക്കെ തോന്നിയ, സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നിയ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വരുമാന മാർഗങ്ങൾ മുഴുവൻ നിലച്ച്, ജോലികൾ തന്നെ വേണ്ടാന്ന് വെച്ച് ഇതിനു വേണ്ടി ഇറങ്ങിയ ആളുകളുണ്ട്, രക്തം ഛർദ്ദിച്ചവരുണ്ട്, ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നവർ വന്ന് ഇതിനു വേണ്ടി പണം ചെലവാക്കിയ കഥകളുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. വിശദമായ ഒരു പുസ്തകം എഴുതണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഈ ദിവസേനയുള്ള സെയിലിംഗ് കമന്ററിയുടെ റിസർച്ചിനിടയിൽ, ഗവേഷണത്തിനിടയിൽ അതൊന്നും നടക്കാതെ പോവുകയാണ്. എന്തെങ്കിലും അതൊക്കെ പൂർത്തിയാക്കണമെന്നുണ്ട്. ഒരുപാട് ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. കയ്യും കാലും വെട്ടും കൊട്ടേഷൻ സംഘത്തിന് ചുമതല ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അന്തർദേശീയ കൊട്ടേഷനുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ള ഒരു അത്ഭുതമാണ്. ഞങ്ങളുടെ കഴിവെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ആരോ നമ്മളെ സംരക്ഷിച്ച്, ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയുവാൻ തോന്നുന്നത്. ഞങ്ങളുടെ ഒരു മിടുക്കും ഇതിൻ്റെ പിന്നിലില്ല. ഒരു നിയോഗം, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു നിയോഗം അർപ്പിക്കപ്പെട്ടു, അത് ഏറ്റെടുത്തു, അത് മുന്നോട്ട് കൊണ്ടുപോയി ഒരു ഘട്ടം, വിജയത്തിൻ്റെ ഒരു ഘട്ടം നമ്മൾ പിന്നിടുകയാണ്. ഇനി ഇതുപോലെ പല മൈൽ സ്റ്റോണുകൾ ഇനിയും വരും. അവിടെയൊക്കെ നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ഒരു വലിയ സ്ലോഗന് വേണ്ടി നമ്മൾ നമ്മുടെ കൂട്ടായ്മ കാണിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത് കേവലം ഈ ജില്ലയുടെയോ ഈ താലൂക്കിൻ്റെയോ
ഈ സംസ്ഥാനത്തിൻ്റെയോ പ്രൊജക്റ്റ് അല്ല, രാജ്യത്തിൻ്റെ പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റ് എന്താണെന്ന് കേട്ടിട്ടില്ലാത്തവർക്ക് പോലും നാളെ അഭിമാനിക്കുക മാത്രമല്ല അതിലൂടെ ഒരു ജീവിതമാർഗം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ഈ പ്രോജക്റ്റിന് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ. ആ തുടക്കത്തിൽ നിന്ന് ഇനി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വലിയ യാത്രകൾ ഇനിയും നടത്താനുണ്ട്. ഇതിൻ്റെ ഫലമായി സംഭവിക്കേണ്ട ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യം മുഴുവനുമായിട്ടും നിരവധി കാര്യങ്ങൾ ഇനിയും നടത്താനുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ജനങ്ങളുടെ ഈ ഇച്ഛാശക്തി. ഇവിടെ ഞാൻ ഓർക്കുന്നത്, ഞങ്ങൾ ഈ ക്യാമ്പയിന് വേണ്ടി തുടങ്ങുന്ന കാലത്ത് സൈലന്റ് വാലി പ്രൊജക്ട്, വളരെ ശക്തമായ ഈ പ്രൊജക്ട് വേണമെന്ന് പറഞ്ഞ സർക്കാർ ഉടമസ്ഥതയിൽ KSEBയുടെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിൻ നടക്കുകയായിരുന്നു. പരാജയപ്പെട്ടുപോയി. സൈലന്റ് വാലി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ആതിരപ്പള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എന്തിനാണ്? ഗവൺമെന്റ് സ്പോൺസേഡ്, ഗവൺമെന്റിന്റെ തന്നെ പ്രൊജക്റ്റായ KRail, കഴിഞ്ഞ ഗവൺമെന്റ് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി ആളും അർത്ഥവും ഇറക്കി സന്നാഹത്തോടെ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ച് ഭൂമി ഏറ്റെടുത്ത് പദ്ധതി നടപ്പാക്കാൻ നോക്കി. നടന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ തുറമുഖം, ഈ മദർ പോർട്ട് ഇവിടെ നടന്നത്? ഞാനല്ല പറയേണ്ടത്, ഇത് വേറെ ആരെങ്കിലും. പലരും ഇപ്പോൾ PhD ഗവേഷണം നടത്തുന്നുണ്ട് എന്നാണ് അറിവ്. പലരും എന്നെ ബന്ധപ്പെടാറുണ്ട്. PhD ഗവേഷണത്തിന് അപ്പുറമുള്ള ഒരു ഗവേഷണമായി കേരളത്തിൽ ഒരു പ്രൊജക്റ്റും നടക്കാതെ പോകുന്ന കാലത്ത് എങ്ങനെയാണ് ഈ തുറമുഖ പദ്ധതി നടപ്പിലാകാൻ സാധിച്ചത് എന്നുള്ളത് ആരെങ്കിലും ഒരു ഗവേഷണം നടത്തണം. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ പക്ഷം മാത്രമേ ഞങ്ങൾ പറയുകയുള്ളൂ, ഞങ്ങളെ ന്യായീകരിക്കുന്ന പക്ഷം മാത്രമേ പറയുകയുള്ളൂ. അതുകൊണ്ട് വളരെ ഒബ്ജക്റ്റീവായിട്ട്, സത്യസന്ധമായിട്ട് എല്ലാ വശങ്ങളും പരിഗണിക്കുന്ന ഒരു പഠനം ആരെങ്കിലും നടത്തണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ സമയത്ത് വ്യക്തമാക്കുവാനുള്ളത്. ഏകദേശം 1090 കപ്പലുകളായിട്ടുണ്ട്. പക്ഷെ ഇന്നലെ വന്ന ഒരു കപ്പൽ, ഇന്നലെ വരെ നമുക്ക് തോന്നാത്ത തരത്തിൽ ഒരു അവ്യക്തത ഉണ്ടാക്കുന്ന ഒരു കപ്പൽ, MSC വെറോണ ഇവിടെ നിന്ന് പോകുന്നത് മറൈൻ ട്രാഫിക്കിന്റെ സൈറ്റ് പ്രകാരമാണ്. ഫെറിയോസ്, ആദ്യമായിട്ടാണ് ഫെറിയോസ് എന്ന് പറയുന്ന ഒരു പോർട്ടിലോട്ടാണ് പോകുന്നത്. ഏതൻസ്, ഗ്രീസിലെ ഏതൻസ് എന്നാണ് കാണുന്നത്. പക്ഷേ കപ്പൽ പോകുന്നത് കൊളംബോയും കഴിഞ്ഞ്, ഞാൻ അവസാനം നോക്കുമ്പോൾ കൊളംബോയും കഴിഞ്ഞ് ഇനി ഹമ്പൻടോട്ട അവിടെ പോയിട്ടെങ്ങാനുമാണോ പോകുന്നത്. ഞാൻ MSCയിലെ ഉദ്യോഗസ്ഥനൊരു മെയിൽ കൊടുത്തു, എന്താണ് MSC വെറോണ ഇങ്ങനെ പോകേണ്ടത്? യഥാർത്ഥത്തിൽ പോകേണ്ടത് ഹിമാലയൻ സർവീസാണ്, ലാസ് പമാസിലാണ് പോകേണ്ടത്. ലാസ് പമാസ് CNS വെലൻസിയ പോകേണ്ട റൂട്ടാണ്. പക്ഷെ കപ്പൽ പോകുന്നത് കൊളംബോ ഡയറക്ഷനിലോട്ട് പോകുന്നു. ഇപ്പൊ കൊളംബോയും കഴിഞ്ഞ് ഹമ്പൻടോട്ട പോകുന്നു. എഴുതിയിരിക്കുന്നത് ഫെറിയോസ് ഏതൻസ്, ഗ്രീസിലെ പോർട്ടാണ്. ഗ്രീസിലെ വളരെ പ്രശസ്തമായ പോർട്ടാണ്. പോർട്ട് ഓഫ് ഫെറിയോസ് ഈസ് ദി മെയിൻ സീ പോർട്ട് ഓഫ് ഏതൻസ് ആൻഡ് വൺ ഓഫ് ദ ലാർജസ്റ്റ് പാസഞ്ചർ ആൻഡ് കമേഴ്ഷ്യൽ പോർട്ട്സ് ഇൻ യൂറോപ്പ്. 5 സെപ്റ്റംബർ, ലാസ് പമാസിൽ 5 സെപ്റ്റംബറിന് എത്തേണ്ട കപ്പലാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോഴുമല്ല. ഞാൻ MSCയിലെ ഉദ്യോഗസ്ഥന് ഒരു മെയിൽ അയച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉടനെ മറുപടി പറയാൻ പറ്റുന്നതല്ല, ഞാൻ ഔദ്യോഗികമായി യാത്രയിലാണ്, അതുകൊണ്ട് എനിക്ക് ഇമെയിൽ ഉടനെ തന്നെ മറുപടി തരാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും വ്യക്തമാകുമായിരിക്കാം. എന്തായാലും ഒരു പുരാതന സംസ്കാരത്തിന്റെ നഗരമായ ഏതൻസിലോട്ട്, അതുപോലെ തന്നെ പുരാതന സംസ്കാരമുള്ള ഭാരതത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, തിരുവിതാംകൂറിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് ഒരു കപ്പൽ പുറപ്പെടുന്നു എന്നുള്ളത്, ഞാൻ നമ്മുടെ ഒഡിസി സിനിമ കണ്ടു. ഒഡിസി സിനിമയിൽ 10 വർഷമെടുത്തിട്ടുള്ള ഒരു യാത്രയാണ്, മടക്ക യാത്രയാണ് ഒഡീസിയോസ് നടത്തുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉള്ള മണ്ണാണ് നമ്മുടേത്. 2000 വർഷത്തെ ബലിത എന്ന് പറയുന്ന പോർട്ടിന്റെ ചരിത്രം ഉൾപ്പെടെയുണ്ട്. ആരെങ്കിലുമൊക്കെ ഇതൊക്കെ പിൽക്കാലത്ത് സിനിമയാക്കിയാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. എന്തായാലും ഒരു പുരാതന നഗരത്തിലോട്ട് TRVയിൽ നിന്ന്, ട്രിവാൻഡ്രത്ത് നിന്നൊരു കപ്പൽ പുറപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവിടെ എത്തുമോ എന്നറിയില്ല, തിരിച്ച് ലാസ് പമാസിലോട്ട് തന്നെ പോകുമോ എന്നറിയില്ല. എങ്കിലും അങ്ങനെ ഒരു കൗതുക വാർത്ത MSC വെറോണ നമുക്ക് ഇന്നലെ സമ്മാനിച്ചു.